പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘനാളായിട്ട് കർത്താവ് കാത്തിരിക്കുന്ന വിഷയങ്ങളുണ്ട് ഈശോയെ, അത് ഇന്ന് നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട് പണി ആരംഭിക്കുന്നവരുണ്ട് ഈശോയെ, അതുപോലെ എല്ലാ വിവാഹ ആലോചനകൾ ആരംഭിക്കുന്നവരുണ്ട്, ഉപരി വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുണ്ട്. അങ്ങനെ എല്ലാ ആരംഭങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ആശീർവാദത്തിനായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ആശങ്കകൾ ചില വ്യക്തികളെ കാണുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ ഓരോരോ വിഷയത്തിന് എന്ത് സംഭവിക്കും, അപ്പോഴും എന്ത് സംഭവിക്കും, ഞാനെന്ത് പറയും, ഞാൻ എന്ത് പറയണം, എനിക്ക് എന്ത് പറയാൻ പറ്റും,
ഞാൻ ആഗ്രഹിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ച് ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്, വ്യക്തിയുടെ സംഭാഷണങ്ങളുണ്ട്. അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉറപ്പുവരുത്തുന്നതിന് പരിശുദ്ധമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസം നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, പോകുന്ന വഴികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, ഇടുന്ന ഒപ്പുകൾ, എഴുതുന്ന എഴുത്തുകൾ, സംസാരിക്കുന്ന സംസാരങ്ങൾ, ഫോണിലൂടെയുള്ള വിളികൾ, കമ്മ്യൂണിക്കേഷൻസ്, അതിനുള്ള റെസ്പോൺസ്, നിനക്ക് ഉള്ള പ്രതികരണങ്ങൾ എല്ലാം നിനക്ക് അനുകൂലമായി വരാനും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. ഏജൻസികൾ, കടകൾ, കമ്പോളങ്ങൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ നടത്തുന്ന എല്ലാ തൊഴിൽ മേഖലയും കാർഷിക മേഖലയിലും അവിടെയുള്ള പ്രതിസന്ധികൾ യേശുക്രിസ്തു നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. നമ്മളെ ഭജനത്തിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുമ്പോഴേ ഈ ചെറു പറയല്ലേ, എന്നെ അത് ഹർട്ട് ചെയ്തു, എനിക്ക് ഡീപ്രൊമോഷൻ ഉണ്ടായി എന്നൊക്കെ പറയത്തില്ലേ. നമ്മളീ പറയുന്ന ഈ മനുഷ്യന്മാർ പറയുന്ന അതുകൊണ്ട് നമുക്ക് നിരാശയും സങ്കടവും ഡിപ്രഷനൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഡീപ്രൊമോഷൻ എന്നുള്ള ഒരു വാക്ക് ഈ ബൈബിൾ ഇൻ്റർപ്രിട്ടേഷൻ ഡീപ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മലയാളത്തിൽ എന്തെന്ന് പറയുന്നത് നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനാണ്, താഴത്തേക്ക് മാറ്റുന്നതിനാണ് ഡീപ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. പ്രൊമോഷൻ സ്ഥാനക്കയറ്റമാണ്, സ്ഥാന ഇറക്കമാണ് ഈ ഡീപ്രൊമോഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പക്ഷെ ബൈബിളിൽ ഈ ബൈബിളിക്കൽ തിയോളജി എന്ന് പറയത്തില്ലേ നമ്മൾ, ബൈബിള് ദൈവശാസ്ത്രത്തിൽ ഈ ഡീപ്രൊമോഷൻ എന്നും പറഞ്ഞൊരു സ്റ്റാറ്റസ് ശരിക്കും പറഞ്ഞില്ല. നമുക്കറിയാലോ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ബിബ്ലിക്കലായിട്ടല്ലേ എടുക്കേണ്ടത് ജീവിതം, അതല്ല ബൈബിൾ ലൈഫ് അല്ലേ. ബൈബിൾ ലൈഫിൽ ഡീപ്രൊമോഷൻ ഇല്ല, ശരിക്കും പ്രോസസ് ഓഫ് പ്രൊമോഷനാണ് ഉള്ളത്. പ്രോസസ് ഓഫ് പ്രൊമോഷൻ വെച്ചാൽ പ്രൊമോഷനിലേക്കുള്ള പ്രക്രിയയ്ക്കാണ് ഡീപ്രൊമോഷൻ എന്ന് ബൈബിൾ പറയണത്. എന്താ പറയണത്? അതല്ലേ ഫിലിപ്പിയർ പറയണത്? എന്താ? അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. ഏതിനാലാണ്? ഫിലിപ്പിയർ 2:6 എടുത്തേ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. അതാണ് ഡീപ്രൊമോഷൻ. എന്ത് ചെയ്ത്? ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അപ്പൊ ഈ ഡീപ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ഓഫ് പ്രൊമോഷനായിട്ട് മാറും. ഈ ബിബ്ലിക്കലായിട്ട് ബൈബിൾ പ്രകാരം ജീവിതത്തെ സമീപിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളുടെ എല്ലാ വീഴ്ച താഴ്ചകളും കർത്താവിൻ്റെ കുരിശിൻ്റെ കൂടെ കൂട്ടിവെക്കാനുള്ളൊരു മാനസികാവസ്ഥ. അത് പറയണ എളുപ്പമാണ്, പക്ഷേ നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ ഞാനൊരിക്കൽ ഫൊറോണ വികാരിയായിരുന്നു. പക്ഷേ എനിക്ക് ഫൊറോണ വികാരി ഞാനൊരു 2 കൊല്ലം പോയപ്പോഴേ സഭയ്ക്ക് മനസ്സിലായി എനിക്കതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ. കാര്യം ഞാൻ മിക്കവാറും പുറത്ത് ധ്യാനത്തിലാണ് ധ്യാനിപ്പിക്കാൻ പോകും. ബിഷപ്പൊക്കെ എന്നെ വിളിക്കണത് ശാന്തം പറയുന്നൊക്കെ വിളിക്കണത്. അപ്പം പിതാവ് തന്നെ പറഞ്ഞ് ഇത് നടക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം. അങ്ങനെ നേരെ കൊണ്ടുവന്ന് ഒരു 10-35 വീട്ടുകാരുള്ളൊരു പള്ളി കൊണ്ടുവന്ന് വെച്ചു, ചാപ്പൽ പൂർണ്ണവികാരം. പക്ഷെ അവിടുന്ന് അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, എനിക്കും തോന്നിയായിരുന്നു അത് ഞാൻ ചെയ്ത തെറ്റിന് ശിക്ഷ. കാര്യം ഒരു പാരിഷ് പീസിൽ നിന്ന് ഇങ്ങനെ വ്യാപകമായ രീതിയിൽ ഒരു ഇവാഞ്ചലിസ്റ്റിക് പ്രോഗ്രാം സഭ ആ പ്രൊഫഷനിലില്ല, കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതുപോലെയുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ സഭയിൽ ഏറ്റെടുത്ത് നടത്താൻ ചില സമയത്ത് തടസ്സങ്ങൾ വരും. അപ്പം സഭ അത് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്നെ ക്രമീകരിച്ച അവസാനം.
പക്ഷെ ആ പ്രോസസ്സ് നമ്മൾ ഉൾക്കൊള്ളാൻ വലിയ പാടായിരിക്കും ആദ്യകാലങ്ങളിൽ. എനിക്ക് കുറച്ച് പാടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ചിലർക്കൊക്കെ അത് ഭയങ്കര പ്രയാസമാണ്. ഇപ്പം ഞാൻ ക്യാമനാണെന്ന് പറയുകയല്ല, എനിക്ക് വേറെ ശുശ്രൂഷകൾ ഉള്ളത് കൊണ്ടാണ് എനിക്കത് ആശ്വാസമായി മാറിയത്. മറ്റേ ശുശ്രൂഷ ഇല്ലാത്തവർക്കത് കൂടുതൽ ഭാരം. പക്ഷേ ഇത് എന്ത് ഭാരമായാലും അത് എല്ലായിടത്തും സംഭവിക്കാം, എല്ലാ മേഖലയും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡീപ്രമോഷൻ പറഞ്ഞാൽ ഇവിടെ കുടുംബങ്ങളിലല്ലേ വരണത്. പുതിയ ആൾക്കാരൊക്കെ പഠിച്ചു വരുമ്പോഴും പുതിയ മരുമക്കളൊക്കെ വരുമ്പോഴും അമ്മമാർക്ക് ചില സമയത്ത് ഡീപ്രമോഷൻ വരും. കാര്യം എന്താണ്? അവരുടെ ചെൽപ്പിടിയിൽ നിന്ന ഭർത്താവും അതുപോലെ തന്നെ മകനുമൊക്കെ ചില കാര്യങ്ങൾക്ക്, ചില ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ആലോചനയൊക്കെ പുതിയതായിട്ട് പഠിച്ചു വരുന്ന ആൾക്കാരോട് ചോദിക്കും. അപ്പോൾ ചില സമയത്ത് നമുക്കൊരു ഡീപ്രമോഷൻ തോന്നിപ്പോകും. അതെല്ലാം നമ്മൾ ഡീപ്രമോഷൻ തോന്നുന്നത് നല്ല കാര്യമാണ്. കാര്യം എന്താണ്? നീ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യത്? ക്രിസ്തുവിൻ്റെ നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ആ ഡീപ്രമോഷൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വെക്കണം. ചേർത്ത് വെക്കണമാണ്. ചേർത്ത് വെക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. കർത്താവിൻ്റെ വിജയത്തിൻ്റെ കുരിശിൻ്റെ കൂടെ നമ്മുടെ കുരിശുകളെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് കർത്താവിൻ്റെ സഹനങ്ങളിൽ വന്ന പോരായ്മ എന്നൊക്കെ പറയുന്നില്ലേ. കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഒരു ഗ്രാഫ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ പീഡകളെ കർത്താവിൻ്റെ പീഡകളോടും നമ്മുടെ കുരിശുകളെ കർത്താവിൻ്റെ കുരിശുകളോടും ചേർത്ത് വെക്കുന്നതന്നെ നമുക്ക് കിട്ടുന്ന അവസരമാണ്. അതാണ് ഡീപ്രമോഷൻസ് ഒരു പ്രോസസ് ഓഫ് പ്രൊമോഷനായിട്ട് എടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.